കോൺഗ്രസ് പുനഃസംഘടനയിലെ പ്രശ്നങ്ങളെല്ലാം ഇപ്പം തീർത്തു തരാം എന്ന് പറഞ്ഞ് നേതാക്കളെല്ലാം ഹൈക്കമാൻഡ് കൂട്ടത്തോടെ വിമാന ടിക്കറ്റും നൽകി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ അവിടെയും അടിമുറുകുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ ഇപ്പോൾ പങ്കുവെക്കുന്നത്. രാവിലെ കെ സുധാകരനാണ് കൃത്യമായി തന്നെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. ഈ അനൈക്യം മുഴുവൻ ഉണ്ടാക്കുന്ന നേതാക്കളാണ്. തൊട്ടു പിന്നാലെ വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ വി ഡി സതീശനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നു. വി ഡി സതീശൻ സംസ്ഥാന അധ്യക്ഷനെതിരെ പോർമുഖം തുറക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പാർട്ടിയിൽ ഒരു കൂടിയാലോചനയും ഇല്ല എന്ന് തമ്മിൽ തല്ലുകയാണ് വീണ്ടും കോൺഗ്രസ് നേതൃത്വം. ജിഷ്ണു പറയൂ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? ഡൽഹിയിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ പരസ്പരം പോരടിക്കുകയാണ്, അല്ലെങ്കിൽ പരസ്പരം പരാതി നൽകിക്കൊണ്ട് കലഹം കൂടുതൽ രൂക്ഷമാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് KPCC അധ്യക്ഷനും KPCCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരും AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യാതൊരു തരത്തിലും പ്രവർത്തനങ്ങളോട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ സംഘടനാ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നില്ല എന്നുള്ള പ്രതികരണവും പരാതിയുമാണ് വി ഡി സതീശനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ വി ഡി സതീശനാകട്ടെ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു തരത്തിലും സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു വലിയ പരസ്പര പരാതിയിലേക്കും തമ്മിലടിയിലേക്കും സംസ്ഥാന നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പുനഃസംഘടനയും സംസ്ഥാന നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങളെ തള്ളിക്കൊണ്ടാണ് ഈ പുനഃസംഘടനയുടെ പട്ടിക KPCC അധ്യക്ഷൻ മുൻപോട്ട് വെച്ചത് എന്ന വിഷയമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാനായിരുന്നു ഡൽഹിയിൽ ഇന്നിപ്പോൾ AICC നേതൃത്വവുമായി ചർച്ച നടന്നതെങ്കിൽ കൂടുതൽ വഷളാകുന്ന രീതിയിലേക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലെ വിഷയങ്ങൾ കടന്നു പോകുന്നു. നേതാക്കൾ പരസ്പരം പഴിചാരിക്കൊണ്ടും പ്രത്യേകിച്ച് സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഏറ്റവും അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും KPCCയുടെ വൈസ് പ്രസിഡന്റുമാരും പരസ്പരം രൂക്ഷമായപ്പോഴാണ് ഇതൊക്കെ ഒന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞ് വിമാന ടിക്കറ്റും കൊടുത്ത് എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. ഇപ്പൊ ഈ തമ്മിൽ തല്ല ആര് തീർക്കും? തീർച്ചയായും KPCCയുടെ മുതിർന്ന നേതാക്കൾ, ചുമതലയുള്ളവർ, ഒപ്പം MP-മാർ ഇവരെല്ലാമായാണ് ഇന്നിപ്പോൾ AICC നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരും ചർച്ചയിലുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായിരുന്നു ഇന്ന് ഡൽഹിയിൽ ചർച്ച നടത്തിയതെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളായി എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. നേതാക്കൾ പരസ്പരം തമ്മിലടിക്കുന്ന രീതിയിലേക്ക്, അതായത് ഈ അഭിപ്രായങ്ങളിലൂടെ തമ്മിലടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. AICC നേതൃത്വത്തിന് മുൻപിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഒറ്റയ്ക്ക് മുൻപോട്ട് പോകാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണ് ആർക്ക് പോകും എന്നുള്ളത് സംബന്ധിച്ചൊരു തർക്കം ഇതിനോടകം കോൺഗ്രസിനുള്ളിലുണ്ട്. കാരണം 10 വർഷത്തെ LDFിൻ്റെ ഭരണം കഴിഞ്ഞു നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തമ്മിലടി കോൺഗ്രസിനുള്ളിൽ രൂക്ഷമാകുന്നു. ആ തമ്മിലടി തീർക്കാൻ വേണ്ടി ഡൽഹിയിൽ നടത്തിയിട്ടുള്ള ചർച്ചയിലും സമവായത്തിലേക്ക് എത്തിയിട്ടില്ല. പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്യാം, ഒറ്റ ചോദ്യം കൂടി ജിഷ്ണു. സാധാരണ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പറയുന്നത് ദേ രാഹുൽ വരുന്നു, ഇപ്പം എല്ലാം പരിഹരിക്കുമെന്ന്. ഈ രാഹുൽ ഡൽഹിയിലില്ലേ? ശ്യാമ, ഇന്നത്തെ ചർച്ചകളിൽ എന്തായാലും രാഹുൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരങ്ങൾ CRPF വരെ പറഞ്ഞത് യാത്രകൾ മുൻകൂട്ടി അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചകളിൽ എന്തായാലും രാഹുൽ പങ്കെടുത്തിട്ടില്ല. AICCയുടെ മറ്റ് മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു. ഒപ്പം കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉണ്ടായിരുന്നു. കേരളത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, നേതാക്കൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവ പരിഹരിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടിയെ ഒറ്റക്കെട്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഡൽഹിയിൽ ഈ ഒരു ചർച്ച AICC നേതൃത്വം തീരുമാനിച്ചതെങ്കിൽ നേരെ വിപരീത ഫലമാണ് ഉണ്ടായിട്ടുള്ളത്. നേതാക്കൾ വളരെ പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് KPCC നേതൃത്വത്തെ കുറ്റം പറയുന്നു. KPCC അധ്യക്ഷനും മറ്റ് സംഘടനാ ചുമതലയുള്ളവരും പ്രതിപക്ഷ നേതാവിനെയും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടാണ് ആ പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രശ്നം പരിഹരിക്കാൻ വിമാന ടിക്കറ്റ് നൽകി വിളിപ്പിച്ച് ഡൽഹിയിലെത്തി ആ പ്രശ്നം വീണ്ടും ഒരു വലിയ പ്രശ്നമായി മാറുന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.